തീർച്ചയായും ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിൽ കറാച്ചിയിൽ കുടുങ്ങിയ മലയാളികളുടെ ഒരു ശബ്ദ സംഭാഷണമാണ് ലഭിച്ചിട്ടുള്ളത്. കറാച്ചിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം നടന്നത് നമ്മൾ കണ്ടതാണ്. അമേരിക്കൻ എംബസിക്ക് നേരെയാണ് വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ അരങ്ങേറിയത്. അവിടെ സാഹചര്യങ്ങൾ കലുഷിതമാണ് എന്ന വിവരമാണ് വരുന്നത്. അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ ശബ്ദമാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അതിലേക്ക് ഹായ് സർ, ഞങ്ങൾ ഇവിടെ 8 ഇന്ത്യൻ നാഷണൽസ് ആണ്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഇന്നലെ ഫ്രം ബാക്കു അസർബൈജാൻ ടു കുവൈറ്റ് വയ ഷാർജ ആയിരുന്നു ഷെഡ്യൂൾഡ്. അപ്പം ഇപ്പോൾ ഓൺഗോയിങ് വാർ ലൈക്ക് സിറ്റുവേഷൻ ആയതുകൊണ്ട് നമ്മുടെ ഫ്ലൈറ്റ് മിഡ് വേ അവർ പാകിസ്ഥാൻ കറാച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ് ഷിഫ്റ്റ് ചെയ്തേക്ക്. അവിടെയാണ് നമ്മളെ ലാൻഡ് ചെയ്യിപ്പിച്ചത്. ഇന്നലെ വൈകിട്ട് മുതൽ ഞങ്ങളിവിടെ സ്ട്രാൻഡഡ് ആണ് കറാച്ചി എയർപോർട്ടിൽ. അവർ എയർപോർട്ട് അതോറിറ്റീസ് നമ്മളെ നന്നായി നോക്കുന്നുണ്ട്. പക്ഷേ നീദർ ദ എയർലൈൻസ് അവർ റെസ്പോൺസിബിലിറ്റി ഒന്നും എടുക്കുന്നില്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ സിൻസ് ദിസ് ഈസ് നോട്ട് എ ടെക്നിക്കൽ പ്രോബ്ലം ഓഫ് ദി എയർലൈൻസ്, അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഓൺ യുവർ ഓൺ എക്സ്പെൻസ് ഇവിടെ നിന്ന് ഇറങ്ങാനാണ് പറഞ്ഞത്. പിന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ അവർ ഇന്ത്യൻ നാഷണൽസിനെയും വേറെ നാഷണാലിറ്റീസിനെ സെപ്പറേറ്റ് ചെയ്തു. ഞങ്ങളുടെ പാസ്പോർട്ട്സ് ഇപ്പം അവരുടെ കയ്യിലാണ്. അപ്പം അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ ഫ്ലൈറ്റ് നമ്മൾ ഇവിടെ നിന്ന് എക്സിറ്റ് ആയി കഴിഞ്ഞാൽ അവർ നമ്മൾ പാസ്പോർട്ട്സ് തിരിച്ചു തരും എന്നാണ് പറഞ്ഞേക്കണേ. ചില പാസഞ്ചേഴ്സ് വർ ഫ്രോം അസർബൈജാൻ ഉള്ളി, അവിടുത്തെ നാഷണാലിറ്റീസ്. സം അതർ വർ US നാഷണാലിറ്റീസ്. അവരുടെ എക്സ്പെൻസ് ആയിട്ട് തിരിച്ചു പോയിട്ടുണ്ട്. വി ട്രൈഡ് ആസ്കിങ് ഹെൽപ്പ് ഫ്രം ഹൈ കമ്മീഷൻ. അപ്പം നമുക്കൊന്ന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്നില്ല ഇതുവരെ. ആൻഡ് വി ആർ നൗ ട്രൈങ് ടു ഫിഗർ ഔട്ട് however to exit from Karachi International Airport. കറാച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. ആ ഒരു മലയാളിയുടെ ശബ്ദമാണ് നമ്മൾ കേട്ടത്. എങ്ങനെ ഇവിടെ നിന്ന് എക്സിറ്റ് ആവുമെന്ന ആശങ്ക അവരെ സംബന്ധിച്ചുണ്ട്. വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ലോകമാകമാനം തന്നെ ജനങ്ങൾ അനുഭവിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമാകുന്നതിനിടെയാണ് കറാച്ചിയിൽ ഇറാൻ അനുകൂല പ്രതിഷേധമുണ്ടാകുന്നത്. അത് അമേരിക്കൻ എംബസിക്ക് എതിരെയായിരുന്നു അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അരങ്ങേറിയത്. ഇറാൻ അനുകൂലികളുടെ പ്രതിഷേധത്തിനിടെ വലിയ വെടിവയ്പ് ഉണ്ടായി. 9 പേർ കൊല്ലപ്പെട്ടു എന്ന വിവരമാണ് വന്നിരുന്നത്. വലിയ രീതിയിൽ ആളുകൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യമൊക്കെ അവിടെ രൂപപ്പെട്ടിരുന്നു. ഇപ്പോൾ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ടാണ് അവിടെ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം വരുന്നത്. വിമാനത്താവളത്തിൽ മലയാളികൾ കുടുങ്ങിക്കിടക്കുന്നു. അവർ വലിയ ആശങ്കയിലാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പാകിസ്ഥാനിൽ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നത്. ഷിയ വിഭാഗങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ അവരുടെ പരമോന്നത നേതാവിൻ്റെ മരണം, ആത്മീയ നേതാവിൻ്റെ മരണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറാഖിൽ സമാനമായ രീതിയിൽ വലിയ പ്രതിഷേധം നടന്നിട്ടുണ്ട്. പാകിസ്ഥാനിൽ നടന്നിട്ടുണ്ട്. കശ്മീരിൽ ഉൾപ്പെടെ അത്തരം പ്രതിഷേധങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വലിയ രീതിയിലുള്ള പ്രതിഷേധം പടരുന്ന ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഞാൻ മറ്റതിഥികൾ കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.